പ്രൊഡ്യൂസർ പാർട്ണറായിട്ടുള്ള 4ാമത്തെ സിനിമ. ഞാൻ ചെയ്ത എല്ലാ സിനിമകളും പാർട്ട്ണർഷിപ്പിൽ ചെയ്തിട്ടില്ല. ആദ്യം സൊലെ എന്നൊരു സിനിമയാണ് ചെയ്തത്. സൊലെ ഞാൻ തന്നെ സംവിധാനം ചെയ്ത, അത് ഞാനും മധുവാരും പാർട്ട്ണർഷിപ്പിൽ കളർ ഫാക്ടറി എന്നുള്ള കമ്പനിയുണ്ട്. പിന്നെ മായാമോഹിനി, ചേട്ടായിസ്. സൊലയും കളർ ഫാക്ടറിയും ഒരേ പ്രൊഡക്ഷൻ ഹൗസാണ്. പിന്നെ ചേട്ടായിസ് വേറെ, തക്കാളി ഫിലിംസ്, ഞങ്ങൾ 5 പേരുടെ കൂട്ടായ്മ. ഇത് ഞാനും എൻ്റെ ഫ്രണ്ടായിട്ടുള്ള സജി സാമുവൽ എന്നുള്ള ഞങ്ങൾ സ്കൂൾ മേറ്റ്സ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളൊരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യും. ഓഡ് ഇംപ്രഷൻസ് എന്ന പേരിൽ ആഡ്സും ഈവൻസൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ മൂവിയിലേക്ക് കിടക്കാം എന്നുള്ള ധോരണിയിൽ അതിൻ്റെ ഒരു പ്രാരംഭ നടപടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇൻസിഡൻ്റലി വിനോദ് സുകുമാരനെ കണ്ടു. വിനോദ് ഞങ്ങളുടെ ഫ്രണ്ടാണ്. എസ്പെഷ്യലി ഞാൻ വിനോദിനെ കുറേ കാലമായിട്ട് അറിയുന്നത്. സ്കൂൾ ഓഫ് ഡ്രാമ പ്രോഡക്റ്റാണ് വിനോദ്. അപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ എൻ്റെ കുറേ ഫ്രണ്ട്സുണ്ട്. ഇതിൽ തന്നെ കോസ്റ്റ്യൂമറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള കുക്കു പരമേശ്വരൻ്റെ ഒക്കെ ഒരു ക്ലാസ്മേറ്റ്സ് കൂടിയാണ് അവർ. അപ്പോൾ മുരളി മേനോൻ കുക്കുൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ വിനോദമായിട്ടുള്ള അടുപ്പത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ടെന്ന് അത് ഫഹദിനോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ്. ഫഹദിന് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞങ്ങളും കേട്ടു. അപ്പോൾ ഞങ്ങൾക്കും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. കാരണം വളരെ മോഡേൺ ആയിട്ടുള്ള സബ്ജക്റ്റ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഇമോഷൻസ് നമ്മൾ എവിടെയും പ്ലേസ് ചെയ്യാവുന്ന ഒരു മെട്രോ മാത്രമല്ല. നമ്മൾ ഈസി ആയിട്ട് പറയുന്നതാണ് ഒരു ബ്രേക്കപ്പിന് കാരണം ഒരു മെട്രോ ആണെന്നുള്ളതൊക്കെ പറയുന്നത്. അതൊരു റീസണിങ് മാത്രം. ബ്രേക്കപ്പ് ഇസ് എ ബ്രേക്കപ്പ്. അത് എവിടെയാണെങ്കിലും, ഗ്രാമത്തിലാണെങ്കിലും കുഗ്രാമത്തിലാണെങ്കിലും ഏത് കാട്ടിലാണെങ്കിലും ബ്രേക്കപ്പ് തന്നെ. അതിൻ്റെ റീസൺസ് വേരി ചെയ്യുന്നൊന്നും നമുക്ക് വിശ്വാസം. പക്ഷേ ഇതിൽ ആ ബ്രേക്കപ്പ് മാത്രമല്ലാതെ അതിലപ്പുറം ഒരു വ്യക്തിക്ക് അതിലൂടെ വരുന്ന ഇതിൽ വഴിയിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ക്യാരക്ടറിലുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ നന്നായിട്ട് വിനോദ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വി തോട്ട് ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ലൈക്ക്. അപ്പോൾ അങ്ങനെയാണ് ഈ സിനിമ തുടങ്ങിയത്. സൊലെ കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് 3-4 ഇയേഴ്സ് ഒരു റിയാലിറ്റി ഉണ്ട്. സൊലെ കൊമേഴ്ഷ്യലി അങ്ങനെ സക്സസ്ഫുൾ ഫിലിമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ പിന്നെ ആൾക്കാർ എന്നോട് വന്നിട്ട് ഒരു പടം ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് പിന്നെ വളരെ ഒരു ഹെക്കൂലിയൻ ടാസ്ക് തന്നെയാണ്. കാരണം പിന്നീട് വന്നു. പിന്നെ മാത്രമല്ല അതിനെ ഇമ്മീഡിയറ്റ് നമ്മൾ ചെയ്ത പടം മായാമോഹിനി എന്നുള്ള സിനിമ. അപ്പോൾ അതിൽ ഈ സൊലയായാലും മായാമോഹനായാലും താങ്ക് ചെയ്യേണ്ട ഒരു വ്യക്തിയുണ്ട്, മെയിനായിട്ട് ദിലീപ്. അപ്പോൾ ദിലീപിനോടുള്ള ഞങ്ങളുടെ അടുപ്പമായിരുന്നു ആ 2 സിനിമകളിലൊരു മെയിൻ കാരണങ്ങൾ. അപ്പോൾ മായാമോഹിനി കൊമേഴ്ഷ്യലി ഹിറ്റായപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ആൾക്കാർ എന്നെ കൂടുതൽ പ്രൊഡ്യൂസറായിട്ട് കാണാൻ തുടങ്ങി. ഞാൻ ക്യാമറമാനായിട്ട് ഇത്രയും പടം വർക്കത്. ഇപ്പോൾ മായാമോഹിനി ഹിറ്റായതോടെ ആൾക്കാർ ഇനി ഇയാൾ ക്യാമറ ഫോട്ടോഗ്രാഫി വർക്ക് ചെയ്യില്ല എന്ന് തീരുമാനിച്ചു. കാരണം അത്യാവശ്യം പ്രൊഡ്യൂസർ നിലയ്ക്ക് സക്സസ്ഫുള്ളായ നിലയ്ക്ക് അങ്ങനെ ഇതായിപ്പോയി. അപ്പോൾ ഗ്യാപ്പ് എന്നുള്ള സാധനം എനിക്ക് അങ്ങനെ വേറെ രീതിയിൽ ഫീൽ ചെയ്തു. കാരണം ഞാനൊരു സിനിമയിൽ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ പ്രൈം തിങ്. അപ്പോൾ സിനിമയുടെ ഏത് മേഖലയിലായാലും ചെയ്യാന്നുള്ളതാണ്. സതീഷ് കുറുപ്പ് ഞാൻ നേരത്തെ പരിചയമുള്ള ഫ്രണ്ടാണ്. അതൊക്കെ മാരേജിനൊക്കെ പോയിട്ടുണ്ട് അങ്ങനെയാണ്. പക്ഷേ എന്നെ സർപ്രൈസ് ചെയ്ത ഒരു വ്യക്തിയാണ് സതീഷ് കുറുപ്പ് ഈ സിനിമയിൽ. കാരണം ഞങ്ങൾ ഇത്ര അടുത്ത് ക്ലോസ് ആയപ്പോൾ വളരെ നല്ല മനുഷ്യൻ, പിന്നെ നല്ല സെൻസ് ഓഫ് ഹ്യൂമർ. ഞാൻ പ്രതീക്ഷിച്ചതെന്നും വളരെ ഇതായിട്ട്. അതുമാത്രമല്ല ഈ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സത്യം ഞാൻ പറഞ്ഞല്ല, എനിക്ക് ഫഹദും ബാക്കി കണ്ട പലരും കോട്ട് ചെയ്തതാണ്. ഒരു ഇംഗ്ലീഷ് മൂഡ് ടോണുണ്ട് മൊത്തം പടത്തിന്, അതിൻ്റെ രീതി, ഷോർട്സും ഒക്കെ. അപ്പോൾ അതെനിക്ക് തോന്നുന്നു സതീഷിൻ്റെ വൺ ഓഫ് ദ ബ്രില്യൻറ്റ് വർക്ക്സാണ് ഈ മൂവി. സതീഷിനെ എപ്പോഴും അഭിമാനിക്കാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. മാത്രമല്ല ഈ പേഴ്സണൽ റാപ്പവും ഉള്ളതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഞങ്ങൾക്ക് വളരെ എളുപ്പമായിരുന്നു. സതീഷ് പിന്നെ ഇത്രയും നല്ലൊരു വ്യക്തി ആയതുകൊണ്ട് ബാക്കി എല്ലാം സ്മൂത്തായിരുന്നു. ഞങ്ങൾ ഒരു സിനിമയിലൂടെ എല്ലാവരും പലതും പറയാൻ ശ്രമിക്കും. അത് ആൾക്കാരെ എങ്ങനെ കൺസീവ് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അൾട്ടിമേറ്റ്ലി വാട്ട് മാറ്റേഴ്സ്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് ആൾക്കാരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സക്സസ് എന്ന് പറയാൻ വയ്ക്കാത്ത അത്രയും. കാരണം പണ്ട് എനിക്ക് തോന്നുന്നു ഏതൊരു മാഗസിനിൽ എഴുതി വന്നാന്ന് തോന്നുന്നു, അടൂർജി ആരോ പറഞ്ഞ ഒരു സിനിമ, 2 സിനിമകൾ അദ്ദേഹം ചെയ്ത 2 സിനിമയുടെയും കോൺസെപ്റ്റ് ശരിക്കും ആൾക്കാർ ഇൻ്റർപ്രറ്റ് ചെയ്തപ്പോൾ 2 സിനിമയുടെയും ഓപ്പോസിറ്റായിപ്പോയി. ആ സിനിമയെ ഉദ്ദേശിച്ച കോൺസെപ്റ്റ് ഇതിലേക്കും ഈ സിനിമയുടെ കോൺസെപ്റ്റ് അതിലേക്കാണ് ആൾക്കാർ പ്ലേസ് ചെയ്തത്. അപ്പോൾ അതൊരു സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് എന്ന് വെച്ചാൽ എനിക്കൊന്ന് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ പല ചെറുപ്പക്കാരും കടന്നു പോകുന്ന ഒരു പീരീഡ്, മാത്രമല്ല മാനസികാവസ്ഥകൾ, പല മാനസികാവസ്ഥകൾ. അത് ശരിക്കും ഒരു വ്യക്തിയല്ല, ആ വ്യക്തിയിലൂടെ നമ്മൾ പല ആൾക്കാരുടെയും എന്താ പറയുക മാനസികാവസ്ഥകളാണ് നമ്മൾ പിക്ചറൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് പേഴ്സണലി ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് കഥയുടെ ഒരു പോയിന്റിൽ ഇദ്ദേഹം പ്രതികരിക്കുന്നു. ആ പ്രതികരണം
എന്നുള്ളത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉള്ള ഒരു ആസ്പെക്റ്റാണ്. കാരണം പലപ്പോഴും പ്രതികരിക്കാൻ കഴിയാതെ പോകുന്നതിൽ ദുഃഖമുള്ള ആളാണ് ഞാൻ പലപ്പോഴും. അതുകൊണ്ട് തന്നെ ഒരാൾ സിനിമയിൽ നമുക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ പ്രതികരിക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷം ഈ സിനിമയിലുണ്ട്. അതെനിക്കൊന്ന് വളരെ എൻറ്റൈസ് ചെയ്യും. ഇതിൻ്റെ മ്യൂസിക് തൈക്കൂടം ഓഫ് കോഴ്സ് കപ്പ ഇതിലൂടെ വളരെ പോപ്പുലറായ ബാൻഡാണത്. അപ്പോൾ തൈക്കൂടം അവരുടെ പോപ്പുലാരിറ്റി ഓഫ് കോഴ്സ് പ്രൊഡ്യൂസേഴ്സ് നിലയ്ക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണെന്നുള്ള ഒരു ഇതൊന്നും. രണ്ടാമത് ഡയറക്ടർക്ക് അവരൊരു ചോയ്സ് വന്നപ്പോൾ ഞങ്ങൾ ഇമ്മീഡിയറ്റ്ലി ഓക്കെ ആയത്. കാരണം ബാൻഡ് കൾച്ചർ ഈ മൂവിയുടെ ഒരു ഭാഗമാണ്. നമ്മൾ സിനിമ കാണുമ്പോൾ പറയും നമ്മൾ പടം കിക്ക് ഓഫ് ചെയ്യുന്നത് ഒരു ജസ്റ്റ് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഒരു ബാൻഡിൻ്റെ പെർഫോമൻസും അതിലൂടെ കഥ പറഞ്ഞ് തുടങ്ങുകയും പിന്നീട് പോവുകയും പിന്നീട് വേറെ സിറ്റുവേഷനിൽ ഞാൻ ഈ തൈക്കുടം ബാൻഡ് തന്നെ തൈക്കുടം ബ്രിഡ്ജ് തന്നെ അവർ ലൈവായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് സിനിമയിൽ. അതും എനിക്ക് തോന്നുന്നൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആസ്പെക്റ്റായി മൂവിയുടെ. കാരണം തീവണ്ടി എന്നൊരു സോങ് അവർ ആൽബത്തിന് വേണ്ടി വെച്ച സോങ് നമ്മുടെ റിക്വസ്റ്റിൻ്റെ പേരിൽ അവർ നമുക്കത് ഷൂട്ട് ചെയ്യാൻ അനുവദിക്കുകയും അവർ പെർഫോം ചെയ്യുന്നുണ്ട് സിനിമയിൽ ലൈവായിട്ട്. അപ്പോൾ ഈ ബാൻഡ് സിനിമയിൽ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു കൗതുകം എനിക്കൊന്ന് എല്ലാവരും ഇഷ്ടപ്പെടും. പിന്നെ നല്ലൊരു നമ്പറാണ് ആ സോങ്. അപ്പോൾ അങ്ങനെ ബാൻഡ് കൾച്ചർ ഉള്ള ഒരു മൂവിക്ക് എനിക്കൊന്ന് തൈക്കുടം ബ്രിഡ്ജ് വാസ് മോസ്റ്റ് ഇപ്പോഴത്തെ ഒരു കറണ്ട് ഇതായിട്ട് നിൽക്കുന്ന ഏറ്റവും നല്ല ഓപ്ഷൻ അവരാണ്. മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ ചെയ്യും അല്ലാന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ഇവരുടെ ഒരു ബാൻഡായിട്ട് തന്നെ ഓൾറെഡി ലേബലുള്ളതുകൊണ്ട് നമുക്ക് അത്രയും